പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 8-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നു, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നോക്കിക്കേ, എത്ര വലിയ ഉറപ്പാ നമ്മുടെ പിതാവാം ദൈവം നമുക്ക് നൽകുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പേടിക്കരുത്. ഒരു കാരണവശാലും സാഹചര്യങ്ങളെ കണ്ട് ഭ്രമിക്കരുത്. നിങ്ങൾക്ക് മുമ്പായി സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അവിടുന്ന് നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഉറപ്പ് തരികയാ, എന്തൊക്കെ വന്നാലും ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ കൈവിട്ടാലും ദൈവ സാന്നിധ്യം നിങ്ങളെ കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, ധൈര്യപ്പെട്ടേ, സമാധാനത്തോടെ ഇരുന്നേ, കാം ഡൗൺ. എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഒന്ന് സമാധാനപ്പെട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാ. ആരെല്ലാം വിട്ടുപിരിഞ്ഞാലും വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കും. വഴി ഏതാന്ന് അറിയത്തില്ലല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പിതാവാം ദൈവം നിങ്ങൾക്ക് മുമ്പായി സഞ്ചരിച്ച് ദുർഘടങ്ങളെ സമഭൂമിയാക്കി തീർക്കും. നിങ്ങളുടെ വാതിലുകൾ ഓൾറെഡി തുറന്ന് നിങ്ങൾക്കായി കാത്തു നിൽക്കും. എങ്ങും ഒരു പ്രതിസന്ധിയും ഉണ്ടാകാതെ വണ്ണം അവിടുന്ന് നിങ്ങളുടെ നടപ്പിനെ, നിങ്ങളുടെ യാത്രയെ സുഗമമാക്കും. മുന്നമേ സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യം, കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം ഒരിക്കലും കൈവിടത്തില്ല, ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം നിങ്ങളോട് പറയുന്നു, പേടിക്കരുത്, പേടിക്കരുത്. കഴിഞ്ഞ നാളുകളിലെ ഓർമ്മകൾ ഒന്നും നിങ്ങളെ പേടിപ്പെടുത്തണ്ട. പരാജയം സംഭവിച്ചു, ഇനിയും പരാജയപ്പെടുമോ, എനിക്കിനി മുന്നേറുവാൻ സാധിക്കുമോ എന്ന് ഭ്രമിക്കണ്ട. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം കൂടെയിരിക്കും. നിങ്ങളോടൊപ്പം ഞാനും ഈ ദൂത് ഏറ്റെടുക്കുന്നു. എപ്പോഴും കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു സോ മച്ച് ഫോർ ദി അഷ്വറൻസ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുന്നതിന് നന്ദി. ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങളുടെ മുമ്പും പിമ്പും ഇരുവശങ്ങളിലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളെ ചുറ്റി പരിപാലിക്കുന്നതിന് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാ ഭാരപ്പെടുത്തുന്ന ചിന്തകളും മാറിപ്പോകട്ടെ. വലിയൊരു കോൺഫിഡൻസ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അവർ സമാധാനത്താൽ നിറയട്ടെ. അനുഗ്രഹിക്കുന്നു നാഥ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കരം പിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കരം പിടിച്ച് നയിക്കണമേ. We need you each and every moment of our life. ഞങ്ങൾക്ക് അങ്ങേ വേണം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെയാ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Bless you.